വലിയൊരായുധമാം നോമ്പിൽ തീഷ്ണത ഉൾക്കൊള്ളുക. ഇതിനാൽ ജയമേറ്റു മൃതരാ മിശിഹായിൽ പൂർണ്ണരും മലയിൽ മൂശ ശോഭിച്ചിതിനാലെ. ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 49 വാക്യം. യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ, കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. പടയാളികൾക്ക് തന്നെ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത യേശു, അവനെ ബന്ധനസ്ഥനാക്കാൻ വന്നവരെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാർ, കർത്താവെ, ഞങ്ങളും വാൾ എടുക്കട്ടെയോ എന്ന് ചോദിച്ചെങ്കിലും ഗുരുവിൻ്റെ മറുപടിക്ക് കാത്തുനിന്നില്ല. മറുപടി അനുകൂലമാവില്ല എന്ന മുൻവിധി ഉണ്ടായിരുന്നതുപോലെ യേശുവിൻ്റെ മറുപടിക്ക് മുമ്പേ ഒരു ശിഷ്യൻ പടയാളികളിൽ ഒരുവന്റെ ചെവി അറുത്തുമാറ്റി. അവിടെയും ക്രിസ്തുവിൻ്റെ സങ്കടം വർണ്ണനാതീതമായിരുന്നു. 70 വട്ടം ക്ഷമിക്കണം, വലത്തെ കർണത്തടിക്കുന്നവന് ഇടതുകൂടി കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൂടെ നടന്ന 3 വർഷങ്ങളുടെ ഇരുവ് പകലുകൾ താൻ പറഞ്ഞു കൊടുത്തതും ജീവിച്ച് കാണിച്ചതുമൊക്കെ പാഴായി പോയെന്ന് തിരിച്ചറിയുമ്പോഴാകുന്നു ക്രിസ്തുവിൻ്റെ സങ്കടം. ചീട്ടുകൊട്ടാരം പണിയുവാൻ അവസാനത്തെ ചീട്ട് വയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് അത് മുഴുവൻ നിലം പതിക്കുന്നത് കണ്ടു നിൽക്കുന്നവൻ്റെ സങ്കടം അവന് മനസ്സിലാകും വിധത്തിൽ സംസാരിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും അവൻ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നില്ലെങ്കിൽ എല്ലാം പാഴായിപ്പോയെന്ന് മാനുഷികമായി പരിതപിക്കുകയോ നിവർത്തിക്കുകയോ എങ്കിലും യേശു സംയമനം കൈവിടാതെ തികച്ചും ശാന്തനായി വാൾ അതിൻ്റെ ഉറയിലിടാൻ നിർദ്ദേശിച്ചിട്ട് ചെവി അറ്റുപോയവൻ്റെ ചെവി സൗഖ്യപ്പെടുത്തുന്നു. താൻ പഠിപ്പിച്ചത് എന്താണോ അത് ജീവിച്ചു കാണിക്കുന്ന ക്രിസ്തു നിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയ പോയവർ നാളെ സ്നേഹിത എന്ന് വിളിച്ച് നിന്നെ ഒറ്റിക്കൊടുക്കാൻ വരുമ്പോഴും നിന്നെ ദ്രോഹിക്കാൻ വരുന്നവന് ദ്രോഹമേൽക്കുമ്പോൾ ചേർത്തു നിർത്തി ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും കഴിയുന്ന ക്രിസ്തുഭാവം സ്വന്തമാക്കാൻ വിശുദ്ധിയുടെ ഈ വീണ്ടെടുപ്പ് കാലം നമുക്ക് പരിശ്രമിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.